ഈ മീഡിയം ഡെൽറ്റയിൽ കിടക്കുന്ന വെയിറ്റ് നമുക്ക് ഈ ഒരു വെയിറ്റ് ഹാങ് ചെയ്യുന്ന ടോപ്പിൽ നമ്മൾ നമുക്ക് ആ വെയിറ്റ് അത്രയും ഫീൽ ചെയ്യില്ല. സച്ചിൻ, എനിക്ക് ഈ മെഷീനിൽ 1-2 ഡൗട്ടുകളുണ്ട്. ഓക്കെ. ഫസ്റ്റ്ലി എനിക്ക് ഈ ഹാൻഡിൽ ഒരു ഇത്തിരി ഇങ്ങോട്ടേക്ക് നീങ്ങിയിരിക്കുകയായിരുന്നെങ്കിൽ, ഇത്തിരി ലെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഫീൽ ചെയ്തു. ബെറ്റർ ആയിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇതുപോലെ 3 വെയിറ്റ് റോഡുകൾ കൊടുത്തേക്കുന്നതിന്റെ കൺസെപ്റ്റ് എന്താണെന്നോ അറിഞ്ഞാൽ കൊള്ളാം. ഓക്കെ, ആദ്യമേ ഈ ഒരു മെഷീൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആന്റിയർ ഡെൽറ്റോയ്ക്ക് വേണ്ടി മാത്രമാണ്. ഓക്കെ, അടുത്ത കാര്യം ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്തേ, ഒന്ന് ജസ്റ്റ് വൺ ഹാൻഡ് മാത്രം. ഇത് ആക്ച്വലി ഫുള്ളി എക്സ്റ്റേണലി റൊട്ടേറ്റർ അല്ല, ശകലം ഒരു ഇന്റേണലി റൊട്ടേറ്റർ ആണ്. മനസ്സിലായില്ലേ? അതെ. സോ നോക്ക്, ഡൗൺ ചെയ്തേ, ഒന്നുകൂടെ ജസ്റ്റ് പ്രസ് ചെയ്തേ ഫീൽ ചെയ്യാൻ നോക്ക്. അതായത് നമ്മൾ പെക്കിനോട് ചേർന്നുള്ള മസിൽ, അതായത് ഫ്രണ്ടൽറ്റ മാത്രം. പിന്നെ ഈ 3 റോഡിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് ആക്ച്വലി റെസിസ്റ്റൻസ് ആണ്. നമ്മളൊരു ജസ്റ്റ് മീഡിയം റോഡിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻട്രലാണ് വെയിറ്റ് ഇട്ട് സാധാ മെഷീനെ പോലെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് റെസിസ്റ്റൻസ് പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ 360 ഡിഗ്രിയിൽ ഒരിക്കലും ഫീൽ ചെയ്യില്ല. അതൊന്നാമത്തെ കാര്യം. കാരണം ഈ മീഡിയം ഡെൽറ്റയിൽ കിടക്കുന്ന വെയിറ്റ് നമുക്ക് ഈ ഒരു വെയിറ്റ് ഹാങ് ചെയ്യുന്ന ടോപ്പിൽ നമ്മൾ നമുക്ക് ആ വെയിറ്റ് അത്രയും ഫീൽ ചെയ്യില്ല. ഈ ഒരു ആക്ച്വലി ആംഗിൾ ഹാങ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് ടോപ്പ് ലോഡും മിഡ് ലോഡും ഈവൻ ഷോർട്ട് ലോഡിൽ വരെ നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യും. അതിനാണ് ഈ 3 റോഡ് ആക്ച്വലി കണക്ട് ചെയ്തിരിക്കുന്നത്.